നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2029 മുൻപ് തന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന സൂചനകൾ ശക്തമാവുകയാണ്. BJPയുടെ ഉന്നത നേതൃത്വം തന്നെയാണ് ഇത്തരത്തിലുള്ള സൂചനകൾ മാധ്യമങ്ങൾക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ RSSന്റെ കേന്ദ്ര കാര്യാലയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നു. സന്ദർശനത്തിന് ശേഷം RSSന്റെ ഉന്നത നേതൃത്വവുമായി അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ചകളും നടത്തിയിരുന്നു. RSS അധ്യക്ഷൻ മോഹൻ ഭഗവത്, ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസ്ബളെ തുടങ്ങിയ ഉന്നത നേതാക്കളുമായി നടന്ന ചർച്ചയിലാണ് 2029 തെരഞ്ഞെടുപ്പിൽ BJPയെ നയിക്കാൻ താൻ ഉണ്ടാകില്ല എന്ന നിർദ്ദേശം നരേന്ദ്രമോദി മുന്നോട്ട് വച്ചത്. തനിക്ക് ഇനി BJPയെ മുന്നോട്ട് നയിക്കാൻ താല്പര്യമില്ലെന്നും 2029 മുമ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയാനാണ് ആഗ്രഹമെന്നും സംഘം തന്നെ ഇടപെട്ട് പുതിയൊരു പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ BJPയെ നയിക്കാൻ പുതിയൊരു നേതാവിനെ കണ്ടെത്തണമെന്നും നരേന്ദ്രമോദി മോഹൻ ഭഗവത്തിനോട് ആവശ്യപ്പെട്ടത്രേ. മോഹൻ ഭഗവത് ആവട്ടെ 75 വയസ്സ് കഴിയാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ തനിക്ക് ബാക്കിയുള്ളൂ എന്നും അതുകൊണ്ട് താൻ RSS അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണെന്നും ഇനി വരുന്ന RSS സർസംഘചാലക് എന്ന് വെച്ചാൽ RSS അധ്യക്ഷൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നും മറുപടി നൽകിയെന്ന് BJP വൃത്തങ്ങൾ സൂചന നൽകുന്നു. RSS അധ്യക്ഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏതാണ്ട് സമപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരേ സമയത്ത് തന്നെ സ്ഥാനങ്ങൾ ഒഴിയുമെന്നാണ് സൂചന. 75 വയസ്സ് കഴിഞ്ഞാൽ BJPയിലും സംഘപരിവാർ സംഘടനകളിലും സ്ഥാനങ്ങൾ ഒഴിയണമെന്നാണ് നിബന്ധന. ചില പ്രത്യേക ആളുകൾക്ക് മാത്രമേ ചെറിയ ചെറിയ നീട്ടിക്കൊടുക്കലുകൾ ഉണ്ടാകാറുള്ളൂ. എന്നാൽ നരേന്ദ്രമോദി ആകട്ടെ 3 തവണ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇനി താൻ ഇല്ല എന്ന പ്രഖ്യാപനത്തിലാണ്. തനിക്ക് ശേഷമുള്ള കരുത്തരായ മിടുക്കരായ നേതാക്കൾ ഉയർന്നു വരട്ടെ എന്നും ഇനി അവർ സംഘടനയെയും പാർട്ടിയെയും നയിക്കട്ടെ എന്നുമാണ് നരേന്ദ്രമോദിയുടെ അഭിപ്രായം. ഈ അഭിപ്രായം അദ്ദേഹം BJPയിലെ ചില ഉന്നത നേതാക്കളുമായും പങ്കുവച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ RSS നേതൃത്വമാകട്ടെ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ തയ്യാറായിട്ടില്ല. കാരണം RSSന്റെ 100ാം വാർഷികമാണ് 2025 എന്നുള്ളത് കൊണ്ട് 2026 വരെയുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനിടയിൽ ഇത്തരം ഒരു ചർച്ച ഉയർന്നു വരാൻ തങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് RSS നേതൃത്വം മോദിയോട് പറഞ്ഞത്. എന്നാൽ RSS നേതൃത്വത്തിനും നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണം എന്നൊരു താല്പര്യമുണ്ട്. കാരണം മോഡി ഇത് 3ാം തവണയാണ്. ഇനിയും മോഡി ഉണ്ടെങ്കിലേ BJP വിജയിക്കൂ എന്നുള്ള ധാരണ ഉണ്ടായാൽ അത് RSSനും സംഘപരിവാറിലെ മറ്റ് സംഘടനകൾക്കും BJPക്ക് അടക്കം അതൊരു നാണക്കേടായി മാറുമെന്നും വ്യക്തി അനിവാര്യനല്ല, പ്രസ്ഥാനവും ആശയവുമാണ് അനിവാര്യരെന്ന BJPയുടെയും RSSന്റെയും മുദ്രാവാക്യത്തിന് മങ്ങലേൽക്കുമെന്നുള്ള ഭീതിയും അവർക്കുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദി മാറട്ടെ എന്നുള്ളത് തന്നെയാണ് RSSന്റെയും തീരുമാനം. പക്ഷേ ആര് നരേന്ദ്രമോദിക്ക് പകരം വരും? ഇതാണ് ചോദ്യം വരുന്നത്. നരേന്ദ്രമോദിയെ റീപ്ലേസ് ചെയ്യുന്നത്, നരേന്ദ്രമോദിക്ക് പകരം വരുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെയാണ് നരേന്ദ്രമോദിക്ക് പകരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് RSS കണ്ടുവച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ RSS നേതൃത്വത്തിൻ്റെ രഹസ്യ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ബന്ധപ്പെട്ട ചില RSSുമായി അടുപ്പമുള്ള ചില മാധ്യമ പ്രവർത്തകരും നമുക്ക് ഈ സൂചനകൾ നൽകിയിരുന്നു. ദേവേന്ദ്ര ഫഡ്നാവിസ് ആയിരിക്കും മോദിക്ക് പകരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് RSSന്റെ നോമിനി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദേവേന്ദ്ര ഫഡ്നാവിസ് വളരെ കരുത്തനായ നേതാവാണ്. മഹാരാഷ്ട്രയിൽ 3-2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ ഫഡ്നാവിസിനെ ചോദ്യം ചെയ്യാൻ പോലും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ആ പാർട്ടിയിൽ ആരുമില്ല. ദേശീയ തലത്തിലും ഫഡ്നാവിസിന് വലിയ കരുത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം നാഗപൂരുകാരനാണെന്നുള്ളതുകൊണ്ടും RSSന്റെ പിന്തുണ, സമൂലമായ പിന്തുണ, പൂർണ്ണമായ പിന്തുണ ഈ ഫഡ്നാവിസിനുണ്ട് എന്നുള്ളത് കൊണ്ടും അദ്ദേഹം തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരും. അല്ലെങ്കിൽ നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് RSSന്റെ നോമിനി എന്ന് പറയുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആയിരിക്കുമെന്ന സൂചനകളും ശക്തമാകുന്നുണ്ട്. മോദിക്ക് അമിത്ഷായ്ക്കും ദേവേന്ദ്ര ഫഡ്നാവിസിനോട് യാതൊരു താല്പര്യവുമില്ല. കാരണം അമിത്ഷായെ തൻ്റെ പിൻഗാമിയാക്കണമെന്നാണ് മോദിയുടെ ആഗ്രഹമെങ്കിലും അത് RSS സമ്മതിച്ചു കൊടുക്കില്ല. കാരണം RSSന് അമിത്ഷായെ താല്പര്യമില്ല. അതിന് പകരം ദേവേന്ദ്ര ഫഡ്നാവിസ്, നാഗപ്പൂർകാരൻ തന്നെയായ ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മോഡിയേക്ക് പകരം വരട്ടെ എന്ന ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശമാണ് RSS മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ലെങ്കിലും 2029
BJP-യെ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് നരേന്ദ്രമോദി ആയിരിക്കില്ല എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു.